ഹായ് ഗായ്സ്, ഗലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വാശേറി വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാവിലെ 7 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 11 നോമിനേഷൻസ് ആണുള്ളത്. വാശേറി വോട്ടിംഗ് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പലരും പിന്നിൽ നിന്ന് പിന്നിലേക്കും വീണിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്നും കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാവിലെ 7 മണിയുടെ വോട്ടിംഗ് ലിസ്റ്റിൽ ഒന്നാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസ് വമ്പിച്ചൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിയെങ്കിലും ഇപ്പോൾ ബഹുദൂരം മുന്നിൽ പോയിരിക്കുകയാണ്. 5895 വോട്ട് നേടി ഒന്നാം പൊസിഷനാണുള്ളത്. രണ്ടാം പൊസിഷനിൽ അനുമോൾ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആദ്യം ഒന്നാം പൊസിഷൻ കൈയടക്കിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു അനുമോൾ. എന്നാൽ ഇപ്പോൾ പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 5122 വോട്ട് നേടി രണ്ടാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. മൂന്നാം പൊസിഷനിൽ ജിസേൽ തക്രാൾ തന്നെയാണ് തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ജിസേൽ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം നടത്തിവരികയാണ്. ഇപ്പോൾ ഏകദേശം അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4876 വോട്ടിൻ്റെ ബലത്തിൽ മൂന്നാം പൊസിഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ജിസേൽ. നാലാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ബിഗ് ബോസ് ഹൗസിലത്തെ പ്രകടനത്തെ പോലെ തന്നെ വോട്ടിങ്ങിലും വളരെ രീതിയിലുള്ള ഒരു മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 4325 വോട്ട് നേടിയാണ് നാലാം പൊസിഷനിൽ തന്നെ തുടരുന്നത്. അഞ്ചാം പൊസിഷനിൽ നൂറ ആദില സഖ്യം തന്നെ തുടരുകയാണ്. നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 4133 വോട്ടിൻ്റെ ബലത്തിൽ അഞ്ചാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആറാം പൊസിഷനിൽ ആര്യൻ ഖത്രിയാണ് ഉള്ളത്. ആര്യൻ ഖത്രിയ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അട്ടിമറി മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തുന്നത്. 4007 വോട്ട് നേടിയാണ് ആറാം പൊസിഷനിലുള്ളത്. ഏഴാം പൊസിഷനിൽ നെവിനാണ് കയറി വന്നിരിക്കുന്നത്. നെവിൻ ഇപ്പോൾ അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അപ്പാനി ശരത്തിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ ഏഴാം പൊസിഷൻ കൈക്കലാക്കിയിരിക്കുന്നത്. 3899 വോട്ട് നേടിയാണ് ഏഴാം പൊസിഷൻ കൈക്കലാക്കിയത്. എട്ടാം പൊസിഷനിൽ അപ്പാനി ശരത് വീണു പോയിരിക്കുകയാണ്. അപ്പാനി ശരത് ഇപ്പോൾ ഏകദേശം ഒരു ഡേഞ്ചർ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെറും 3897 വോട്ടിൻ്റെ ബലത്തിൽ മാത്രമാണ് എട്ടാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനിൽ അക്ബർ ഖാനാണ് തുടരുന്നത്. അക്ബർ ഖാൻ ഒരിടയ്ക്ക് നല്ലൊരു മുന്നേറ്റം നടത്തിയിരുന്ന മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി വോട്ടിങ്ങിൽ വളരെയധികം പിന്നോക്ക അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3806 വോട്ട് നേടി 9ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. 10ാം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ് തുടരുന്നത്. ശൈത്യ സന്തോഷ് തുടക്കത്തിൽ പിന്നിലായിരുന്നെങ്കിലും ഇപ്പോൾ RJ ബിൻസിയെ അട്ടിമറിച്ചുകൊണ്ട് 10ാം പൊസിഷനിൽ വന്നതിന് ശേഷം പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 3566 വോട്ടിൻ്റെ ബലത്തിൽ 10ാം പൊസിഷൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 11ാം പൊസിഷനിൽ RJ ബിൻസിയാണ് തുടരുന്നത്. RJ ബിൻസിയാണ് ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി. ഇപ്പോൾ വളരെയധികം വോട്ടിംഗ് കുറവാണ്. 3507 വോട്ട് മാത്രം നേടി 11ാം പൊസിഷനിലാണ് ഉള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് നിർണായകമാണ്.